മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ്. പൈൽ റീഡിംഗ് ആയിരുന്നു നേരത്തെ ചെയ്തത്. അപ്പം രണ്ടാമത്തെ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഗ്രീൻ കളർ ആരാണോ സെലക്ട് ചെയ്തത് ആ വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇല്ല പൈല് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല, ഈ വീഡിയോ കാണുന്നവർ പൈല് സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് 1 നിങ്ങൾ ചെന്ന് കണ്ട് പൈല് സെലക്ട് ചെയ്തിട്ട് റീഡിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ രണ്ടാമത്തെ പൈല് സെലക്ട് ചെയ്ത വ്യക്തികൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടുന്നതിന് പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കണമേ. ഈ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൻ്റെ കറക്റ്റ് സിറ്റുവേഷനും കാര്യങ്ങളും ലഭിക്കണമേ. തേർഡ് പാർട്ടി റിമൂവ് ആയി വരുമോ എന്നുള്ള കറക്റ്റ് റീഡിങ് ലഭിക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്. ഏഞ്ചിൽ തന്നെ ഇറങ്ങി വന്ന് നിന്ന് റീഡ് ചെയ്യുവാൻ തക്കോണം സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. എൻ്റെ കൂടെ നിന്ന് ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. എൻ്റെ ചെറിയ അറിവ് ഞാൻ യൂണിവേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യണമേ. താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിച്ചതിനെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൻ്റെ കറക്റ്റ് സിറ്റുവേഷൻ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കറക്റ്റ് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി റിമൂവ് ആയി വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ഈ കാർഡിലൂടെ അറിയുവാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, ഇതാണ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൺ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് സിറ്റുവേഷൻ? ഈ ഒരു സമയത്തുള്ള സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്. 5 ഓഫ് സോഡാണ് ആദ്യം തന്നെ. ഓക്കെ, 5 ഓഫ് സോഡിൻ്റെ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കാണുന്നത്. ഓക്കെ, 5 ഓഫ് സോഡ്, പേജ് ഓഫ് സോഡ്, 5 ഓഫ് കപ്പ്. ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടിയാണ് ഈ രണ്ടാമത്തെ പൈൽ എടുത്ത വ്യക്തിയുടെ പേഴ്സൺ പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ വിട്ടു പോയിട്ട് കുറേ നാളുകളായിട്ടുണ്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ അതീവമായിട്ടുള്ള പെയിനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, 5 ഓഫ് സോഡ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം അനങ്ങാൻ പോലും കഴിയാത്തതായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മനോബലവും കാര്യങ്ങളെല്ലാം തകർത്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സനെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സനെ കെട്ടി ഒരു പ്രത്യേക വലയത്തിലാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയാണ് കഴിഞ്ഞു പോകുന്നതെന്നുള്ള ഒരു കാര്യങ്ങളും അറിയാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധയെ ഒരു തീഗോളത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഒരു ഇല്യൂഷനിലാക്കി വെച്ചിരിക്കുകയാണ്, ഒരു മോഹത്തിൻ്റെ അകത്താക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് ഈ വ്യക്തിയുടെ കയ്യിൽ കത്തിയിരിക്കുന്നെന്നോ അല്ലെങ്കിൽ അത് ഉപദ്രവിക്കാൻ പോകുന്നെന്നോ ചതിക്കുമെന്നോ നിങ്ങളുടെ പേഴ്സണെ ഒട്ടും അനങ്ങാൻ വയ്യാത്ത വിധം കാലിൻ്റെ ഭാഗത്തെല്ലാം കത്തികൾ ഇട്ടിരിക്കുന്നു. അപ്പം ആ കത്തി കാലനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തി കൊണ്ട് കയറും. ഓക്കെ, കാല് മുറിഞ്ഞു പോകുന്ന രീതിയിൽ ആണ് കത്തി വീണിരിക്കുന്നത്.
സ്വന്തം മനോബലങ്ങളെല്ലാം തകർന്ന് താഴ്ത്തപ്പെട്ടിരിക്കുകയാണെന്ന് ഒന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അറിയുന്നില്ല. സർവ്വതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ മുഴുവനും ആ ഒരു പ്രകാശത്തിലേക്ക് മാത്രമാണ്. അതാണ് ലോകമെന്നും അതാണ് സന്തോഷമെന്നും മാത്രം ചിന്തിക്കുകയാണ്. എന്നാൽ ഈ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കത്തിയെക്കുറിച്ചൊന്നും യാതൊരു അറിവും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഇല്ല. ഓക്കെ, ഒരു ഡേഞ്ചറായിട്ടുള്ള റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഓക്കെ, റെഡ് കളറാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഏറ്റവും വലിയ പ്രണയമാണ് എന്നാണ് വിചാരിക്കുന്നത്. റെഡ് കളറിന് ഡേഞ്ചർ ആയിട്ടും പ്രണയമായിട്ടും വിലയിരുത്തും. പ്രണയത്തിൻ്റെ കളറായിട്ടും റെഡിനെ സൂചിപ്പിക്കും. ഡേഞ്ചറിൻ്റെ കളറ് സ്റ്റോപ്പ് ആക്കണം, നിങ്ങൾ ഡേഞ്ചറാണ്, അപകട സാധ്യത ഉള്ള സ്ഥലമാണ് എന്ന് കാണിക്കുന്നതിനും റെഡ് ഉപയോഗിക്കും. ഓക്കെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള സാധ്യത ഉള്ളതാണ്. പക്ഷേ സ്കോപ്പ് ഉണ്ട്. ഇവിടുന്ന് ഒരു ചെറിയ പ്രകാശം അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ പ്രകാശമുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഓക്കെ, പൂർണ്ണമായിട്ടും ആയിട്ടില്ല എങ്കിലും ആ ഒരു ചെറിയ വെട്ടം പ്രകാശം അവരുടെ ഉള്ളിലേക്കുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ രക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ അഫർമേഷനാണ്. അഫർമേഷൻ ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാരണവശാൽ ചില മായാമോഹനങ്ങൾ വിട്ടുപോയതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, പേജ് ഓഫ് സോഡാണ്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫേസ്ബുക്കിലോ മറ്റോ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ആൾക്കാരത്തൊക്കെ പോയി തിരക്കുന്നുണ്ട്. നിങ്ങളുടെ ഓഫീസിലോ മറ്റോ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. എങ്കിലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയതിൽ ഓക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ റിലേഷൻ പോയത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. നിങ്ങളാണ് അവരെ സ്നേഹിക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് അവരെ ഒഴിവാക്കിയതായിരിക്കുമെന്ന് ചില വ്യക്തികൾ വിചാരിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതോ ഒക്കെ ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി ചിലപ്പോൾ ഫാമിലി തേർഡ് പാർട്ടിയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഉപേക്ഷിച്ചവരൊക്കെ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. അല്ല ഫാമിലി കുടുംബമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അത് മാതാപിതാക്കൾ റിലേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. ചിലപ്പം കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നവരുണ്ടായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഇപ്പം മൊത്തത്തിൽ കറുപ്പാണ്. കറുപ്പെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് എനർജിയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു തെളിച്ചവും വരുന്നില്ല, ഒരു ഉദയവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നിങ്ങൾ എന്നാണോ അവരുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയത് അന്ന് മുതൽ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒരു സന്തോഷം അവർക്ക് ലഭിക്കുന്നില്ല. അവർക്ക് പ്രകാശമുണ്ട്, ദൂരത്തേക്ക് ഒരു പ്രകാശമുണ്ടെങ്കിലും അതൊന്നും അവർ കാണുന്നില്ല. ഓക്കെ, എന്തായാലും നഷ്ടപ്പെട്ടു പോയ നിങ്ങളെ ഓർത്തിട്ടാണ് അവർ ഇരിക്കുന്നത്. ഇപ്പോൾ ഹാങ്ഡ് മാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടന്നിട്ടുള്ളത് പഴയ കാര്യങ്ങൾ, നിങ്ങളുമായിട്ടുള്ള റിലേഷനെ ചിലപ്പോൾ ഇനി അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുമായിട്ടൊരു ഒരുമിച്ചൊരു റിലേഷൻ ഇനി ഉണ്ടാകത്തില്ല. ആ ഒരു കാര്യം മനഃപൂർവ്വമായിട്ട് അവർ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരിപ്പം ഈ അവസ്ഥ എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരു പുതിയ ന്യൂ ബിഗിനിങ്, ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അന്ധകാരമെല്ലാം മാറിപ്പോവുകയാണ്. ജീവിതത്തിൽ നിന്ന് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ മറ്റൊരു വ്യൂയിലൂടെയാണ് നോക്കുന്നത്. ഒരു സമയം അനുകൂലമായി വരുന്നതിന് വേണ്ടി, കാരണം വീൽ ഓഫ് ഫോർച്യൂണും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സമയം അനുകൂലമായി വരുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ ഏത് സിറ്റുവേഷനിൽ കൂടിയാണോ കടന്നു പോകുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ അവർ തീരുമാനിക്കുകയാണ്. അവരുടേതായ ഒരു വ്യൂ പോയിന്റിൽ കൂടി കാണാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയുന്നത് 5, 1, 5, 3, 12. ഓക്കെ, ഫയർ സൈൻ ആണ് വന്നിരിക്കുന്നത്. വാട്ടർ സൈൻ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നമുക്ക് 5 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ. നിങ്ങളുടെ റിലേഷനെ ഡെത്ത് സംഭവിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി വന്നിരിക്കുകയാണ്. ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷനാണ് ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡെത്ത്, ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അറിയത്തില്ല ഈ വന്നിരിക്കുന്നത് വാളാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ മുഴുവനും വെച്ചിരിക്കുന്ന അവരൊരു മായാവിയാണ്. ആ ജാലത്തിൻ്റെ അകത്ത് പെട്ടുപോയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല. അവരുടെ ശ്രദ്ധ, അവരുടെ മനസ്സ്, ശരീരം എല്ലാം ഒരു വ്യക്തിയുടെ കയ്യിൽ കൺട്രോളിങ്ങിലാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ കയ്യിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും കൺട്രോളിങ്ങിലാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ റിലേഷനെ ഡെത്ത് സംഭവിക്കണോ, നിങ്ങളുമായിട്ട് മിണ്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടുകില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കരുത്, നിങ്ങളെ കാണാൻ വരരുത് എന്നെല്ലാം ഈ ഒരു തേർഡ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അതേപടി അനുസരിക്കും. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ബുദ്ധിയെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് സ്വതന്ത്രമായിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് വന്നിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലാണ്. നമുക്ക് ഫ്യൂച്ചറും കൂടി നോക്കാം. നിങ്ങളിപ്പോൾ എന്തായാലും സമാധാനത്തിലിരിക്കുക. നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സനെ ചില പ്രാർത്ഥനകളും കാര്യങ്ങളും ചില സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സനെ ബാലൻസിങ്ങിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ മെൻ എനർജിയും ഫീമെയിൽ എനർജിയും ഉണ്ട്. മെൻ ആൻഡ് മസ്കുലൈൻ എനർജി ഉണ്ട്. ഫെമിനൻ മസ്കുലൈൻ എനർജി ഉണ്ടെങ്കിലും അവർ ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും ക്ഷമയും കരുണയൊക്കെ ഉള്ള വ്യക്തിയായിട്ട് അഭിനയിക്കുകയാണ്. ഈ ഒരു കാര്യം അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് അഭിനയിക്കുകയാണ്. ഏറ്റവും നല്ല വ്യക്തിയായിട്ട് നിന്ന് അഭിനയിക്കുകയാണ്. അവരുടെ കയ്യിലിരിക്കുന്ന യഥാർത്ഥ സ്വഭാവം എന്തെന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സണ് കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ മുഴുവനും അവർ അപഹരിച്ച് വെച്ചിരിക്കുകയാണ്. മായാവിയാണ് അവർ. അവരെല്ലാം ഇതാക്കി വെച്ചിരിക്കുകയാണ്. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തേർഡ് പാർട്ടി പഠിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നിങ്ങൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേപ്പറിൽ എന്ന് എഴുതി പ്രാർത്ഥിക്കുക. തേർഡ് പാർട്ടിയുടെ പേര് അറിയാമെങ്കിൽ തേർഡ് പാർട്ടിയുടെ പേര് തന്നെ എഴുതി പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതുക. ഇന്ന തേർഡ് പാർട്ടിയുടെ പേര് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും വിട്ടുപോയി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി, ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതി ഒരു പേപ്പർ മുഴുവൻ എഴുതുക. 55 പ്രാവശ്യം ഒരു പ്രാവശ്യം എഴുതുക. 55 പ്രാവശ്യം എഴുതി അത് നിങ്ങൾ സന്ധ്യാസമയം ആകുമ്പോഴത്തേക്കും കൊണ്ടുപോയി കത്തിച്ച് പൂർണ്ണമായിട്ടും കത്തിത്തീരണം. പൂർണ്ണമായിട്ടും കത്തിത്തീരുന്നത് വരെ നിങ്ങളത് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകും. നിങ്ങളുടെ പേഴ്സണെ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ ബ്ലാക്ക് എനർജികളും മാറിപ്പോകും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് 5 ദിവസമാണ് ചെയ്യേണ്ടത്. 55 × 5. എല്ലാം പോസിറ്റീവായിട്ട് വേണം ചെയ്യാൻ. തേർഡ് പാർട്ടിക്ക് നാശം സംഭവിക്കണം, അവർ അതോടുകൂടി ഒടുങ്ങണം, തീരണം, നശിക്കണം എന്നുള്ള ചിന്തയൊന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ മനസ്സെപ്പോഴും പോസിറ്റീവായിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. തേർഡ് പാർട്ടി ഇതോടുകൂടി നശിച്ചു പോണേന്നും പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും സംഭവിക്കത്തില്ല. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് സംഭവിക്കേണ്ടത് കർമ്മ കൊടുത്തോളും. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണം, അതുമാത്രം ലക്ഷ്യമാക്കി ചെയ്യുക. അല്ലാതെ ദ്രോഹങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും വരുന്നത്. നെഗറ്റീവായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും യൂണിവേഴ്സ് വന്ന് പ്രവർത്തിക്കത്തില്ല. നിങ്ങളുടെ പേഴ്സൺ ജെനുവിനാണോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം ജെനുവിനാണോ? തീർച്ചയായിട്ടും ജെന്യൂനായിട്ടുള്ള സ്നേഹമാണെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ മാറ്റി നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് കൊണ്ടുപോയതാണോ
നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണം, തേർഡ് പാർട്ടി മാറിപ്പോകണം. ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഭവിക്കും. അല്ലാതെ തേർഡ് പാർട്ടിക്ക് നാശം സംഭവിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന പോലും അവിടെ നെഗറ്റീവ് ആകും. അത് സംഭവിക്കാൻ ഒരുപാട് ലേറ്റും ആകും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ പേജ് ഓഫ് സോഡ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ദ ഫൂൾ കാർഡ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്തായാലും ഗോ വിത്ത് ഫ്ലോ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പൊക്കോട്ടെ, എന്തായാലും പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്ത് സഹിച്ച് നിൽക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചില സിമ്പലുകൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു സണ്ണുണ്ട്. ആ സണ്ണെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തോ വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം ഇത് തേർഡ് പാർട്ടിയുടെ അടുത്തോട്ട് ഗോ വിത്ത് ഫ്ലോ പോവുകയാണ്. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെ ആ ഒരു റിലേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു കുഴിയുണ്ടെന്നും അങ്ങോട്ട് എന്തോ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നും നിങ്ങളുടെ പേഴ്സണെ ഓർമ്മിപ്പിക്കേണ്ടത് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര അഹങ്കാരമാണ്, ഗമണ്ട് അഹങ്കാരം. ഓക്കെ, ആ അഹങ്കാരത്തിൽ എനിക്ക് ആരുടെയും ഒരു ഉപദേശത്തിൻ്റെയും കാരണമില്ല. കാരണം തല കുനിച്ചൊരിക്കലും നിൽക്കത്തില്ല. ആരുടെ മുമ്പിലും ഞാൻ തല കുനിക്കത്തില്ല. എൻ്റെ വാക്കുകൾക്കാണ് വില കൂടുതൽ. ഞാൻ എവിടെയും തല കുനിക്കത്തില്ല. അങ്ങനെ തലയും പൊക്കി വെച്ച് പോയി കുഴിക്കകത്ത് വീഴാൻ പോവുകയാണ്. കാരണം മുന്നിലുള്ള കുഴി കാണുന്നില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്കൊക്കെ തല കുനിക്കണം. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തല കുനിക്കത്തില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അപ്പം അതോടുകൂടി തന്നെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വലിയ കുഴിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയി വീഴുക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങളുടെ അടുത്തോട്ടോ അല്ലെങ്കിൽ നിങ്ങളടുത്തോട്ടോ വരത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. തേർഡ് പാർട്ടിയാണ് ഏറ്റവും ബെറ്റർ എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷനെ ഇവിടെ ഡെത്ത് ആക്കിക്കൊണ്ടാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻ എന്നേക്കുമായിട്ട് അവസാനിച്ചു, ഇനി ഇതിലോട്ട് ഞാൻ ഒരു പ്രതീക്ഷയും വെക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര അഹങ്കാരത്തോടു കൂടിയും ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സൂര്യ തേജസ്സുള്ള വ്യക്തിയാണ് എന്നുള്ള ചിന്തയിലൊക്കെ തലയും പൊക്കി പിടിച്ച് പോവുകയാണ്. പക്ഷെ അവരുടെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കത്തി പുള്ളിക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്തായാലും കാണുന്നില്ല. അത് സമയത്ത് കൊണ്ടു കയറുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി. അതുവരെ ഈ തല ഉയർത്തി തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പം എന്തായാലും അവർക്കറിയാവുന്ന വ്യക്തികൾ നിങ്ങൾക്കും അവർക്കും പരിചയമുള്ള മ്യൂച്വൽ ഫ്രണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തികളോ പറയുന്നുണ്ട് ഈ തേർഡ് പാർട്ടി അത്ര ശരിയല്ല, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകരുത്, അതൊരു വലിയ കുഴിയാണ്, പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് അടിച്ചുപൊളി ജീവിതവുമായിട്ട് നടക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. യാത്രയ്ക്കൊക്കെ പോകാനും ടൂറ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണാവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് തന്നെ വരും. ഇത് നമ്പർ വന്നിരിക്കുന്ന 0 സീറോയ്ക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് വാല്യൂ ഇല്ല. നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു നിങ്ങൾ വെറും 0 നിങ്ങളുടെ പേഴ്സണും കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ 0 മാത്രമേ ആകുമുള്ളൂ. അപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു തേർഡ് പാർട്ടിയെ കണ്ടപ്പോഴത്തേക്ക് എന്തായാലും പാൻറ് ഇടാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ വിചാരിച്ചു എന്തോ വലിയ സെറ്റപ്പാണെന്നൊക്കെ വിചാരിച്ചു. അപ്പം തീർച്ചയായിട്ടും ഇവരെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ 0 ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1000-ങ്ങളാവാം, 10,000-ങ്ങളാവാം, ലക്ഷങ്ങളാകും എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി 0യുടെ വാല്യൂ ഇട്ടിരിക്കുന്നത് ഇപ്പുറത്തെ വശത്തായി പോയി. എത്രത്തോളം 0 കൂട്ടിയിട്ടിരുന്നാലും അതിൻ്റെ വാല്യൂ കൂടുകയല്ല, അതേ സ്റ്റേബിൾ തന്നെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല. ഓക്കെ, വലിയൊരു കുഴിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. വലിയൊരു പ്രശ്നം നേരിടേണ്ടതായി തന്നെ വരും ഈ ഒരു സമയത്ത്. ഇപ്പം ഒരു നിയർ പാസ്റ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അറിയുന്നില്ല, അറിയാൻ സമയമായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, 5 ഓഫ് കപ്പ് വരുന്നുണ്ട്. 5 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഇത് പല വ്യക്തികളുടെയും എനർജി കയറി വരും. ഓക്കെ,
ഇപ്പം ചില വ്യക്തികളായിരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ഇപ്പോൾ ഈ തലയും പൊക്കി പോകുന്ന വ്യക്തി ചിലപ്പോൾ ഓർക്കുന്നില്ലായിരിക്കും, കുഴിയിൽ വീണതിന് ശേഷം മാത്രമേ നിങ്ങളെ ഓർക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 5 ഓഫ് കപ്പ് നോക്കട്ടെ, എന്താണ് ഇത്ര ഇരുന്ന് വിഷമിക്കാൻ കാരണം? ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി തിരിച്ച് നിങ്ങൾ വന്നെങ്കിൽ, നിങ്ങളൊരു ഓഫർ തന്നെങ്കിൽ, നിങ്ങൾക്കൊരു ഓഫർ നിങ്ങൾ കൊടുത്ത ഓഫറൊന്നും അവർ സ്വീകരിച്ചില്ല. ഓക്കെ, നിങ്ങൾ കൊടുത്ത ഓഫർ സ്വീകരിക്കാതെ ആ സമയത്ത് അഹങ്കാരം കാണിച്ചു നിന്ന്, ഓക്കെ, അവർ വലിയ എന്തോ വലിയ കാര്യങ്ങളും ഉപദേശങ്ങളും നിങ്ങളെ കുറേ ഉപദേശിച്ചു. ഇങ്ങനെയല്ല പ്രാക്ടിക്കലായിരിക്കണം, നീ ഇതെന്താ കാണിക്കുന്നത്, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പറ്റില്ല, ഇതൊന്നും എൻ്റെ ലൈഫ് ശരിയാവത്തില്ല എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എത്ര ഇമോഷണൽ പരമായിട്ട് അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴും അവർക്ക് സംസാരിക്കാനുള്ളത് പ്രാക്ടിക്കലാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ചിലപ്പോൾ കുറ്റമായിട്ട് വരികയും നിങ്ങളുടെ ഓഫറിനെ തട്ടിക്കളയുകയും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഇപ്പോൾ ഇരുന്ന് ദുഃഖിക്കുന്നുണ്ട്. ഓക്കെ, അന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ഇരുന്ന് ദുഃഖിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ദുഃഖം തന്നെയാണ്, നെഞ്ചു പൊട്ടിയിട്ടുള്ള കരച്ചിലാണ് സംഭവിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയതോർത്ത് ഇതെല്ലാം അത് തന്നെയാണ്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയതോർത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെല്ലാം അത് തന്നെയാണ്. ഓക്കെ, സണ്ണാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ശോഭയുള്ള വ്യക്തിയായിരുന്നു നിങ്ങളുണ്ടായിരുന്ന സമയത്ത്. അവർക്ക് ഈ അന്ധകാരമല്ലായിരുന്നു, ഈ സൂര്യനെ പോലെ ആയിരുന്നു ലൈഫ്. അവർക്കെല്ലാം പോസിറ്റീവായി കിട്ടി. അവർ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം അവർക്ക് അനുഗ്രഹമായിരുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ലക്കായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ജോലി സ്ഥലമാണെങ്കിൽ ശരിയാണ്, അവർക്ക് പണമാണെങ്കിൽ ശരിയാണ്, അവർക്ക് ചിലപ്പോൾ കിട്ടാതിരുന്ന കാര്യങ്ങൾ പലതും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ അവരെ ഉപേക്ഷിച്ച് പോയ വ്യക്തികളെല്ലാം അവരിലേക്ക് തിരിച്ചു വന്നത് നിങ്ങളുടെ വരവോട് കൂടിയായിരിക്കും. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പ്രസൻസിൽ അവരുടെ ജീവിതത്തിൽ സണ്ണായി എല്ലാവരും വന്ന്. ഓക്കെ, സൺഫ്ലവർ എല്ലാം പൂത്തുലഞ്ഞ് അവരുടെ ജീവിതത്തിലെല്ലാം പുരോഗതിയിലേക്ക് തന്നെ വന്നു. ഓക്കെ, ഡിവൈൻ്റെ പവർ ഉണ്ടായിരുന്നു. അവർ ആ സമയത്ത് എന്ത് പ്രാർത്ഥിച്ചിരുന്നാലും അവരുടെ ദൈവം, അവരേത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നാലും അതെല്ലാം അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങൾ ഒരു ചൈൽഡിഷ്, ഒരു കുട്ടിക്കളി പോലെയാണ്, ഒരു നിഷ്കളങ്കതയുള്ള വ്യക്തിയാണ് എന്നവർ നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഈ ഇരുട്ടത്തിരുന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും അവിടെ ഇരുന്ന് ചിന്തിക്കട്ടെ കുറച്ച് നേരം. ഓക്കെ, എങ്കിൽ ഇത് കാര്യങ്ങളെല്ലാം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധ്യായങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവൂ. അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതെല്ലാം അവർക്കത് ബേർഡനായിട്ടാണ് തോന്നുന്നത്. കുറച്ച് അതിനെക്കുറിച്ചുള്ള വാല്യൂ മനസ്സിലാക്കുന്നത് വരെ അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ യൂണിവേഴ്സ് പഠിപ്പിച്ചു വിടണേ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, ഒരു സ്വർണം എത്രത്തോളം തീയിൽ കൂടി കടന്നു വരുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ഒരു ആഭരണമായി മാറുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു മനോഹരമായ ആഭരണമായി നിങ്ങളുടെ മുന്നിൽ വരണമെങ്കിൽ ഒരുപാട് വട്ടം തീയിൽ കൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള വാല്യൂയും അവർക്ക് കൂടും. ഓക്കെ, അപ്പോൾ അതെല്ലാം പഠിച്ചിട്ട് വരട്ടെ. ഉള്ള അഴുക്കും എല്ലാം പോയിട്ട് നല്ല ഏറ്റവും ശുദ്ധമായ രീതിയിൽ തന്നെ നല്ലൊരു തിളങ്ങുന്ന സ്വർണ്ണാഭരണമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഹാങ്ഡ് മാൻ, ഇത് കൂടിപ്പോയോ? എനിക്ക് വയ്യ, 1 മണിക്കൂറിൽ കൂടുതൽ എത്തും. ഹാങ്ഡ് മാൻ ഓടിക്കട്ടെ. പ്ലീസ് ഗൈഡ് മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഹാങ്ഡ് മാൻ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഹാങ്ഡ് മാൻ നിങ്ങളോട് കാണിച്ച കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളും ഹർഷായിട്ട് സംസാരിച്ചതും നിങ്ങളോട് കാണിച്ച രീതികളും നിങ്ങളെ കൺട്രോൾ ചെയ്തതും ഒക്കെ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ പേഴ്സൺ, അവരുടെ തേർഡ് പാർട്ടി ഇപ്പം അവരെ കൺട്രോൾ ചെയ്യുകയാണ്. ഓക്കെ, ഒരു കപ്പിൻ്റെ എനർജി പോലും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു കപ്പിൻ്റെ എനർജിയും അവരുടെ ഇടയിൽ വന്നിട്ടില്ല. ഓക്കെ, ഒരു കപ്പിൻ്റെ എനർജിയും വന്നിട്ടില്ല. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ ഒരു മായാ ലോകത്താക്കിക്കൊണ്ടാണ് നിങ്ങളുടെ റിലേഷനെ നിങ്ങളുടെ പേഴ്സൺ ചതിച്ചു പോയത്. ഓക്കെ,
നിങ്ങളെങ്ങനെയായിരുന്നോ നിങ്ങളുടെ പേഴ്സൺ ചതിച്ചത്, അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ചതി ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇതായിരുന്നു, നിങ്ങളെ കെട്ടിയിട്ടിട്ട് നിങ്ങളെ വിവാഹം കഴിച്ചോളാം, നല്ലൊരു കുടുംബം നിങ്ങൾക്ക് സ്വപ്നം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കെട്ടിയിട്ട് നിങ്ങൾക്ക് ആ പേഴ്സണിൽ നിന്ന് മാറിപ്പോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇതുപോലെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻ പവറിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതേ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളെ അവസാനം ഇതുപോലെ നിങ്ങളുടെ റിലേഷനെ ഡെത്താക്കി വെച്ചിട്ട് അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയൊക്കെ ഓർത്ത് ഇപ്പോൾ അവർക്ക് പശ്ചാത്താപം ഉണ്ട്. ഓക്കെ, ഇപ്പം പഴയ കാര്യങ്ങളൊക്കെ അവരെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറക്കാൻ അവർ ശ്രമിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷനുമെല്ലാം അവർ മറന്നു കളയാൻ ശ്രമിക്കുകയാണ്. കാരണം അവരെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത പ്രവർത്തികൾ അവർ മറന്നു കളയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഹാപ്പി ആണോ എന്ന് നോക്കട്ടെ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താണെന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താ? തേർഡ് പാർട്ടിയിൽ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഈ ഒരു സമയത്തുള്ള കറണ്ട് സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള കാർഡ് ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഏറ്റവും കറക്റ്റ് റീഡിങ് ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അവിടെ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും സ്നേഹമില്ലാതെയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എയ്റ്റ് ഓഫ് പെൻഡിക്കിളാണ്. ഒരു വാല്യൂ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നില്ല. അവർ നിങ്ങളുടെ പേഴ്സണെ യാതൊരു വാല്യൂ കാര്യങ്ങളെ കൊടുക്കാതെ എടുത്ത് മാറ്റിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ മാത്രമാണ് ശ്രദ്ധ വയ്ക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അനുകൂലമായിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വീണ്ടും എംപററാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എങ്ങനെയാണോ മൈൻഡ് ഗെയിം കളിച്ചത്, അതുപോലെ തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് മൈൻഡ് ഗെയിം കളിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണെ വിചാരിപ്പിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സ്നേഹമുണ്ട് എടുക്കുന്നതെന്നൊക്കെ വിചാരിക്കും. കാരണം ഈ ഇരിക്കുന്ന ചതുരക്കട്ട ഉണ്ടല്ലോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിയുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അതിനനുസരിച്ച് ഒരു കുറേ കാൽക്കുലേഷനും കാര്യങ്ങളും കണക്കുകൂട്ടലുകളൊക്കെ നോക്കി പഠിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് പറ്റിക്കുകയാണ്. ജീവിതം നല്ല രീതിയിൽ പൂത്തുലഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ അവർക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് അല്പം പോലും ഒരു സ്നേഹം എന്നുള്ളൊരു കാര്യമേ ഇല്ല. അവർ എന്തോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് കൺട്രോൾ ചെയ്യുകയാണ്. നിങ്ങളടുത്തോട്ട് വരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് അവർക്ക് അറിയാമെങ്കിൽ ഒരിക്കലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ എടുക്കാനോ അവർ സമ്മതിക്കത്തില്ല. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സമയത്ത് വരാൻ കഴിയാത്ത വണ്ണം അവർ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടേതായ ചില പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇലൂഷനിലാക്കി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനർജിയിൽ നിർത്തിയിരിക്കുകയാണ്. ഒരുപാട് ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഒന്നും അവരുടെ ഉള്ളിൽ എന്താണെന്ന് പോലും, അവരാരെയാണോ സ്നേഹിക്കുന്നതെന്ന് പോലും അറിയാനോ വ്യക്തമായ ഒരു വ്യക്തതയും അവർക്ക് ലഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ആരാണ്? തേർഡ് പാർട്ടിയാണോ നിങ്ങളാണോ? നിങ്ങളുടെ ഫേസ് പോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ മാറ്റിയിരിക്കുകയാണ്. എല്ലാം ഒരു മറവാക്കി വെച്ചിരിക്കുകയാണ്. ഇതും ഹിഡനാണ്, മൂണും ഹിഡനാണ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസും ഹിഡൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ എല്ലാം മറച്ച് കളയുകയാണ് ചെയ്യുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഈ ഒരു സമയം 2 മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല കിണറ്റിൽ നിന്നുള്ള വെള്ളം കുടിക്കുക,
വെള്ള കളറിലെ ഫുഡ് പായസം, വെള്ള പായസം വെച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം എവിടെയെങ്കിലും വെള്ള പായസം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക വെള്ള പായസം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വെള്ള ആഹാരം, വൈറ്റാണ്, എല്ലാം വെള്ളയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കൂടുതലും വൈറ്റ് ഡ്രസ്സ് ഉപയോഗിക്കുക. അമ്മയോട് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച മൺഡേ ദിവസം നിങ്ങളുടെ അമ്മയോട് നല്ല രീതിയിൽ എന്തെങ്കിലും അമ്മയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഫ്രൈഡേ ദിവസവും ചെയ്യാം. ഓക്കെ, ഈ മൂണിൻ്റെ എനർജി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണ് കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങളെക്കുറിച്ച് യാതൊരു ഓർമ്മയും വരാത്ത വണ്ണം നിങ്ങളുടെ പേഴ്സനെ ഈ ഒരു അവസ്ഥയിൽ കൂടി നിങ്ങളുടെ തേർഡ് പാർട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് വരുന്നത് ഈ ഒരു സമയം സാധ്യമല്ല. ഓക്കെ, ഈ കളർ സെലക്ട് ചെയ്ത വ്യക്തിയുടെ തേർഡ് പാർട്ടിയിൽ നിന്നും പേഴ്സൺ ഈ ഒരു സമയത്ത് റിമൂവ് ആകുന്നതല്ല. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൺ റിമൂവായി വരുന്നതാണ്. എന്തായിരുന്നാലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കുരുക്കിയിരിക്കുകയാണ്. അവരുടെ കർമ്മഫലം ഓക്കെ, നിങ്ങളെ ചതിച്ച് പോയതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്ന വേദന എത്രത്തോളം ഉണ്ടെങ്കിൽ അത്രത്തോളം അവരും അനുഭവിച്ചേ മതിയാകുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഒന്ന് പറയൂ. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ആ ഒരു മാജിക്ക് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരട്ടെ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായത് നിങ്ങളുടെ റിലേഷൻ പൂർണ്ണമായും ഡെത്ത് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഒരു സ്കോപ്പ് പോലും ഇച്ചിരി പോലും ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് തരാത്ത വണ്ണമാണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനെ കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഈ ഒരു സമയത്തും. പക്ഷേ അവർക്ക് ചിലപ്പോൾ ഒരിക്കലും നിങ്ങളിലേക്ക് എത്താത്ത വിധം റിലേഷനെ അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു വഴിയും കാണത്തില്ല. കാരണം അവർക്ക് തിരിച്ച് വരണമെന്ന് വിചാരിച്ചാൽ പോലും അത്രത്തോളം അവർ നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം കട്ടാക്കിയിട്ട് പോയിരിക്കുന്ന കാരണം അവർക്ക് തിരിച്ച് വരാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. അത്രത്തോളം അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലിട്ടിരിക്കട്ടെ. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങൾ മൂണിൻ്റെ എനർജി, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മൂണിൻ്റെ എനർജിയാണ് പിടിച്ചിരിക്കുന്നത്. ആ മൂണിൻ്റെ എനർജി മാറി കിട്ടുന്നതിന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുക. മൂണിനെ തന്നെ പ്രാർത്ഥിക്കുക. ഓക്കെ, ചില വ്യക്തികൾ, ഞാൻ ഈ റിലീജിയൻ അല്ലെങ്കിൽ പോലും ചില വ്യക്തികൾ ഈ ചന്ദ്രപൊങ്കാല എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യുക. കാരണം അതും വെള്ള കളറല്ലേ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇട്ടിരുന്നാലും മതിയായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ചെയ്യുക. മറ്റ് റിലീജിയനുള്ളവർക്ക് ചിലപ്പോൾ അത് വിശ്വാസമായിരിക്കത്തില്ല. അവരെന്തെങ്കിലും വെള്ളം, ഓക്കെ, ശുദ്ധജലം, നിങ്ങളുടെ ടാങ്കൊക്കെ അശുദ്ധമായിട്ടൊക്കെ നിൽക്കുന്നെങ്കിൽ അവിടെ എല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ശുദ്ധമാക്കി തീർക്കുക. വെള്ളത്തെ ഒരിക്കലും അശുദ്ധമാക്കി വെക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബ്ലഡ് ഡൊണേഷൻ. നിങ്ങളുടെ പേഴ്സണലിൻ്റെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുകയാണ്, മൂണിൻ്റെ എനർജി എൻ്റെ പേഴ്സണിൽ നിന്ന് മാറണേ എന്ന് പറഞ്ഞ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എനർജിയാണത് ബ്ലഡ് ഡൊണേഷൻ. ഓക്കെ, മാറി വരുമായിരിക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.